പ്രശ്നം നിനക്കാണെന്ന് എനിക്ക് ആദ്യം മുതൽ തന്നെ അറിയാമായിരുന്നു. അമ്മ, നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സംസാരിക്കാം പ്ലീസ്. 4 വർഷമായി നിനക്കൊരു കുഞ്ഞിനെയും ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്? ഇവിടെ നിനക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? 4 വർഷം എന്നെ അമ്മൂമ്മയാക്കാൻ കഴിയാതിരുന്നപ്പോ ലജ്ജ തോന്നിയില്ലല്ലോ. നീ ഈ വീട്ടില് കാല് വെച്ചതു മുതൽ ഞങ്ങളുടെ ഭാഗ്യം കെട്ടുപോയി. തന്റെ അമ്മായിയമ്മയുടെ കുത്തിപ്പറച്ചിലുകൾ സഹിച്ചു നിൽക്കുമ്പോൾ അന്തര ഹോസ്പിറ്റൽ കോറിഡോർ വഴി നടന്നു വരുന്ന തന്റെ ഭർത്താവ് രുദ്രയെ കണ്ടു. രുദ്ര അന്തരയെ തള്ളി മാറ്റി. അവൻ ആവേശത്തോടെ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. റിപ്പോർട്ട് പോസിറ്റീവാണ്. അന്തരയുടെ അമ്മായിയമ്മയുടെ കോപം പെട്ടെന്ന് സന്തോഷമായി മാറി. ദേവിയുടെ അനുഗ്രഹത്തോടെ എന്റെ സ്വപ്നം ഒടുവിൽ സാക്ഷാത്കരിക്കാനിരിക്കുക. ഭർത്താവിന്റെയും അമ്മായിയമ്മയുടെയും പെരുമാറ്റത്തിൽ വന്ന ഈ മാറ്റം കണ്ടപ്പോൾ അന്തരയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും അവളുടെ കസിൻ ഗായത്രി അവിടെ എത്തി. അമ്മായിയമ്മയുടെ കാൽ തൊട്ടു വന്ദിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. നീ ദീർഘായുസോടെ ജീവിക്കട്ടെ. നിന്നിലൂടെയാണ് എന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നത്. രുദ്രയുടെ വംശം മുന്നോട്ടു പോകുന്നത് നിന്നിലൂടെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അന്തരയ്ക്ക് മിന്നൽ പോലെ ഒരു അടിയേറ്റ പോലെ തോന്നി. സ്വന്തം സഹോദരിയെ പോലെ കണ്ടിരുന്ന കസിൻ തന്നെയാണ് തന്റെ കുടുംബം തകർത്തതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. നീ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇൻലോസിന്റെ വിചാരം അവരാരാണെന്നാ. വാ, ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. വിധിയിൽ എഴുതിയതൊന്നും ആർക്കും മാറ്റാൻ കഴിയില്ല തൻവി. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ നിന്നോട് ഈ രുദ്ര ആള് ശരിയല്ലെന്ന്. അതുകൊണ്ടാവാം ഞാൻ ഇങ്ങനെയായത്. നീ എപ്പോഴും പറയാറില്ലേ ഒരു ഡ്രിങ്ക് എടുത്താൽ എല്ലാ ദുഃഖവും മറക്കാമെന്ന്. തൻവി, ഇന്ന് എനിക്ക് എന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കണം. എന്നാ വാ പോവാം. എങ്ങനെയുണ്ട്? ദീദി, പ്ലീസ് പ്ലീസ്, എന്റെ വയറ്റിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കുഞ്ഞുണ്ട്. അതിനെ കൊല്ലരുത്. എനിക്ക് ഡിവോഴ്സ് വേണം. നീ എന്താ ചെയ്യുന്നത്? വെയിറ്റർ, വെയിറ്റർ, എത്ര കുടിക്കും നീ? വെയിറ്റർ, ഇനി മതി. ഇവളെ റൂം നമ്പർ 607ലേക്ക് കൊണ്ടുപോ. റൂം നമ്പർ 607? പക്ഷേ അത് വേഗം കൊണ്ടുപോ. അന്തര, നീ ഇവന്റെ കൂടെ പൊയ്ക്കോ. ഞാൻ ATM-ൽ പോയി ക്യാഷ് എടുത്തിട്ട് വരാം. ഓക്കെ? തൻവയും അന്തരയ്ക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം ആസൂത്രണം ചെയ്തിരുന്നോ? ആ രാത്രി അന്തര മുഴുവനായും മദ്യത്തിൽ മുങ്ങിപ്പോയിരുന്നു. അവൾ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അവളുടെ കാലുകൾ പോലും തെന്നിത്തെറ്റി. പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്ന അന്തര തൻവി പറഞ്ഞ റൂമിലെത്തിയപ്പോൾ അവൾക്കെന്തോ വിചിത്രമായി തോന്നി. ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നതുപോലെ, ഒരു നിഴൽ പോലെ. അവൾക്കൊപ്പം റൂമിൽ മറ്റാരോ ഉണ്ടെന്നൊരു തോന്നൽ. ആദ്യം ഒരു നിഴൽ മാത്രമായി തോന്നിയെങ്കിലും പെട്ടെന്നത് വ്യക്തമായി നിലത്തിൽ കാണപ്പെട്ടു. ഭയത്തിലും ആശങ്കയിലും മുങ്ങി അന്തര ബോധം കെട്ട് വീണു.
അടുത്ത ദിവസം രാവിലെ അന്തര ഉണർന്നപ്പോൾ അവളുടെ തല കറങ്ങാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി അവൾ വളരെയധികം കുടിച്ചതുകൊണ്ട് റൂമിലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ഒന്നും അവൾക്ക് ഓർമ്മയില്ല. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ വയറിന് സമീപം ഒരു വിചിത്രമായ ഭാരമുണ്ടെന്ന് അവൾക്ക് തോന്നി. തന്റെ വയർ വീർത്ത് മുന്നോട്ട് തള്ളിയ നിലയിൽ കണ്ടപ്പോൾ അവൾക്ക് ഭയം കൂടാൻ തുടങ്ങി. ഭീതിയിൽ മുഴുകി അവൾ മിററിന്റെ മുന്നിലേക്ക് ഓടിപ്പോയി. അതിൽ കണ്ടത് അവളെ മുഴുവനായും ഞെട്ടിച്ചു. അവളുടെ തോളിലും പുറകിലും വിചിത്രമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന അന്തരിക്ക് കഴിഞ്ഞ രാത്രിയിൽ എന്തോ സംഭവിച്ചിരുന്നു. നമുക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാനാകാത്ത ഒന്നാണത്. എന്റെ വയർ ഇതെങ്ങനെ ഇങ്ങനെ വീർത്തു? ഇവിടെ എന്റെ തോളിലുള്ള ഈ അടയാളങ്ങള് ഇതെന്താ? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എനിക്ക് എന്തുകൊണ്ടാ ഒന്നും ഓർമ്മയില്ലാത്തത്? ഒരു രാത്രി കൊണ്ട് തന്നെ അന്തര എങ്ങനെ ഗർഭിണിയായി? അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവളുടെ തോളിലെ ആ അടയാളത്തിന്റെ അർത്ഥം എന്താണ്? തൻവിയും ഇതിൽ പങ്കാളിയാണോ? കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ഓർക്കാൻ അന്തര ഏറെ ശ്രമിച്ചു. പക്ഷെ അവൾക്കൊന്നും ഓർമ്മയിൽ വന്നില്ല. എന്റെ ഫോൺ. അവൾ ഫോൺ പരിശോധിച്ചപ്പോൾ തൻവിയുടെ 45 മിസ്ഡ് കോൾ ഉണ്ടെന്ന് കണ്ടു. അതിനിടയിൽ വീണ്ടും ഫോൺ റിങ് ചെയ്തു. എവിടെയായിരുന്നു നീ ഇതുവരെ? ഇന്നലെ രാത്രി മുതൽ ഞാൻ നിന്നെ തെരയാ. ഞാൻ ഹോട്ടൽ റൂമിലാണെന്ന് തോന്നുന്നു. നിന്റെ റൂം നമ്പർ ഒന്ന് നോക്കി പറ. 607. റൂം നമ്പർ 607 എന്ന് കേട്ടപ്പോൾ തൻവിക്കൊരു വലിയ ആശ്വാസം തോന്നി. ഓക്കെ, ഫൈൻ. അവൾ ഉടൻ തന്നെ അന്തരയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. നീ എന്ത് ഈ കോലത്തില്? നിന്റെ വയർ ഇങ്ങനെ വീർത്തു? വാ, ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാം. റിപ്പോർട്ട്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ 7 മാസം പ്രഗ്നന്റ് ആണ്. ഒരു വശത്ത് അന്തര ഞെട്ടലിലായിരുന്നു. ഒരാൾ പോലും തൊടാതെ എങ്ങനെ അവൾ പെട്ടെന്ന് 7 മാസം പ്രഗ്നന്റ് ആയി? മറ്റൊരു വശത്ത് പ്രഗ്നൻസി കൺഫേം ആയതോടെ തൻവിക്ക് വളരെ സന്തോഷമായി. പ്ലീസ് പറയൂ തൻവി, ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ പറയാം അന്തര. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? തൻവിയുടെ കണ്ടീഷൻ കേട്ടപ്പോൾ അന്തര പറഞ്ഞു. നീ എന്താ പറയുന്നത് തൻവി? നീ ഇന്നലെ രാത്രിയിലെ സത്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ കണ്ടീഷൻ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ആ കണ്ടീഷൻ എന്തായിരുന്നു? അന്തരയ്ക്ക് ഇന്നലെ രാത്രിയിലെ സത്യം കണ്ടെത്താൻ കഴിയുമോ? ഒരു വശത്ത് അന്തര സത്യം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വശത്ത് രുദ്ര ഗായത്രിയെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നു. പഴയ പോലെ തന്നെ ഗായത്രി പുതിയ ഡ്രാമ തുടങ്ങുകയും ചെയ്തു. എല്ലാം ഫൈനാണ്. പക്ഷെ ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കണം. താങ്ക് യു ഡോക്ടർ. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല രുദ്ര. ഇല്ല, ഒട്ടും വിഷമിക്കണ്ട. ഞാനുണ്ടാവുമ്പോ അന്തരയോ മറ്റാരെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. നീ ടെൻഷൻ അടിക്കണ്ട. ഞാനില്ലേ നിന്റെ കൂടെ. നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ റെസ്റ്റ് എടുക്ക്. ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. ഓക്കെ? എന്താ ഫോട്ടോസ് ഇതുവരെ അയക്കാത്തത്? മാഡം, പെണ്ണില്ലാതെ ഫോട്ടോസ് എങ്ങനെ അയക്കും? ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ അവളെ തിരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടെയാണ് അവളിപ്പോ പോയത്? എന്റെ കയ്യിൽ കിട്ടിയ ഞാൻ അവളെ പാടെ നശിപ്പിക്കും. അതിനിടയിൽ അന്തരയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. റൂം നമ്പർ 602 10 പേർ നിന്നെ ദുരുപയോഗം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അവരെ അയച്ചത് ഗായത്രിയാണ്. എന്ത്? നീ ആരാ? ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ രാത്രി നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണ്. നിന്റെ ജീവിതം മുഴുവനായി മാറാൻ പോവുകയാണ്.
ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചത്? ഒരു രാത്രി കൊണ്ട് എങ്ങനെയാ ഞാൻ 7 മാസം പ്രഗ്നന്റ് ആയെന്ന് നിനക്കറിയാമോ? എല്ലാം എനിക്കറിയാം. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ നീ തയ്യാറാണെങ്കിൽ എന്നെ വിളിക്കേ. ശാന്തമായി ചിന്തിക്കേ. തീരുമാനം നിന്റേതാണ്. നിനക്ക് നേരിട്ട എല്ലാ അനീതിക്കും ഞാൻ പ്രതികാരം ചെയ്യും. നിനക്ക് നിന്റെ അവകാശം ഞാൻ നേടിത്തരും. നിന്റെ സ്വന്തം മിസ്റ്റർ ഷാഡോ. ഈ മിസ്റ്റർ ഷാഡോ ആരാണ്? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എനിക്ക് എന്താ ഒന്നും ഓർമ്മയില്ലാത്തത്? മിസ്റ്റർ ഷാഡോയ്ക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ കഴിയൂ. പേടിയും ആശങ്കയും നിറഞ്ഞ അവസ്ഥയിൽ ഒടുവിൽ അന്തര മിസ്റ്റർ ഷാഡോയെ വിളിച്ചു. ഹലോ അന്തര, നീ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പറയൂ, എന്താണ് നീ തീരുമാനിച്ചത്? നീ ആരാ? നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്? എനിക്ക് സംഭവിച്ച എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ നീ എന്തിനാ തയ്യാറാവുന്നത്? ഞാൻ നിന്റെ സുഹൃത്തോ ശത്രുവോ അത് സമയം തന്നെ തെളിയിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്ക്, ഇപ്പോൾ നിന്റെ എല്ലാ ശത്രുക്കളും എന്റെയും ശത്രുക്കളാണ്. നിനക്ക് നേരിട്ട അനീതിക്ക് ഞാൻ പ്രതികാരം ചെയ്യുന്നത് വരെ. മിസ്റ്റർ ഷാഡോ ആരാണ്? അന്തരയിൽ നിന്ന് ഇനി അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അന്തരയ്ക്ക് നേരിട്ട അനീതിക്ക് പ്രതികാരം ചെയ്യാൻ അവൻ എന്തുകൊണ്ട് തയ്യാറാകുന്നു? ആ രാത്രിയിൽ അന്തരയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം കൊണ്ട് എങ്ങനെ അന്തര 7 മാസം ഗർഭിണിയായി? അവളുടെ തോളിലെ ആ അടയാളത്തിന്റെ അർത്ഥം എന്താണ്? തൻവിയും ഇതിൽ പങ്കാളിയാണോ? അവൾ അന്തരയുടെ മുന്നിൽ വെച്ച കണ്ടീഷൻ എന്താണ്? ഇനി അന്തരയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാൻ കേൾക്കൂ മിസ്റ്റർ ഷാഡോ പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.